CPI സംസ്ഥാന എക്സിക്യൂട്ടീവും കൗൺസിലും തിരുവനന്തപുരത്ത് 29-30 തീയതികളിൽ ഈ മാസം യോഗം ചേർന്നിരുന്നു. അതിൽ ഈ CPI വിലയിരുത്തിയത് ഇങ്ങനെയാണ്. സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കാനുള്ള തീരുമാനമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കൂടാതെ സംസ്ഥാനം ഇതുവരെ ഉണ്ടാക്കിയ നേട്ടങ്ങൾ ഒക്കെ തന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ശ്രമം കൂടി കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ട്. അത് ജനങ്ങൾ മനസ്സിലാക്കണം. BJPയുടെ മുഖം എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു വരുമെന്നും ഈ യോഗത്തിൽ CPI വിലയിരുത്തിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. ഇന്നലെയും മെലിഞ്ഞാന്നുമായി പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവും സംസ്ഥാന കൗൺസിലും ഇവിടെ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തെപ്പറ്റി നിങ്ങളെല്ലാവരും സ്വന്തം ഭാവന പ്രകാരം വാർത്തയും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന കൗൺസിലിലെ ചർച്ചകളുടെ സാരാംശം, തീരുമാനങ്ങളുടെ പൊരുൾ നിങ്ങളെല്ലാവരെയും ഔദ്യോഗികമായിട്ട് അറിയിക്കേണ്ടത് പാർട്ടിയുടെ കടമയാണ് എന്ന് നിങ്ങൾ കാണുന്നു. ഈയൊരു ചെറിയ പ്രസ് നോട്ടിൽ ഈ ചർച്ചകളുടെ സാരാംശം, തീരുമാനങ്ങളുടെ സത്ത പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ LDFൻ്റെ അവിഭാജ്യമായ ഭാഗമാണ്. ആ ഇരുട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെമ്പാടും ജനജീവിതം ദുസ്സഹമാകുന്നുണ്ട്. പാവങ്ങൾ അടിക്കടി തൊട്ടിത്താഴ്ത്തപ്പെടുന്നു. ന്യൂനപക്ഷങ്ങൾ ദൈനംദിനം വേട്ടയാടപ്പെടുന്നു. ആദിവാസികൾ അവരുടെ ഭൂമിയിൽ നിന്നും അവകാശത്തിൽ നിന്നും എടുത്തെറിയപ്പെടുന്നു. ആദിവാസി മേഖല മുഴുവനും ഇന്നുദ്ധീകൃത മുദ്രാവാക്യം ജൽ, ജമീൻ, ജംഗിൾ എന്നുള്ളവയാണ്. അവരുടെ വെള്ളം, അവരുടെ ഭൂമി, അവരുടെ കാട് അതെല്ലാം നഷ്ടപ്പെടുത്തുന്നത് കേന്ദ്ര BJP ഗവൺമെൻറ് ഒത്താശയോടുകൂടി വൻകിട കോർപ്പറേറ്റ് കൊള്ളക്കാരാണ്. അതിൻ്റെ ഭാഗമായി ഇപ്പോഴിതാ പലതുകൊണ്ടും ഇന്ത്യക്ക് ഏറെ പ്രാധാന്യമുള്ള ആരാവല്ലി മലനിരകളാകെ തന്നെ നഷ്ടപ്പെടുമെന്ന ആശങ്ക പൊന്തി വരുന്നു. ന്യൂനപക്ഷങ്ങൾ കടന്നു പോകുന്നത് എല്ലാ തരത്തിലും ഭയപ്പാടിൻ്റെ നാളുകളിലൂടെയാണ്. കഴിഞ്ഞ ക്രിസ്മസ് നാളിൽ നമ്മളെല്ലായിടത്തും കണ്ടു, എല്ലാ അരമനകളിലും BJP നേതാക്കന്മാർ മത്സരിച്ച് കേക്കുമായി ഓടിച്ചെന്നു. പല അരമനകളിലും ഈ കേക്ക് വാങ്ങി കഴിച്ച് പല വേദികർക്കും പ്രയാസമായി എന്നാണ് തമാശക്ക് ആരോ പറഞ്ഞ് ഞാൻ കേട്ടത്. അതെല്ലാം ഭയങ്കരമായ സ്നേഹത്തിൻ്റെ വർത്തമാനം പറഞ്ഞ BJPയുടെ യഥാർത്ഥമായ മുഖം ഇത്തവണ കേരളം, ഇന്ത്യ കാണുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുകയാണ്, കടന്നാക്രമിക്കപ്പെടുന്നു, അറസ്റ്റുകളുണ്ടാകുന്നു. അവരെ അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ദുർബലന്മാരെ ആക്രമിക്കുന്ന ഗവൺമെൻറ്റാണ് BJP ഗവൺമെൻറ്. സ്ത്രീകൾ, വിദ്യാർത്ഥികൾ അവരെല്ലാം ഈ നയത്തിൻ്റെ ഫലമായിട്ട് എത്രയേറെ പ്രയാസപ്പെടുന്നുവെന്ന് നാം എന്നും വായിക്കുന്നുണ്ട്. ഉന്നാവിലെ പെൺകുട്ടിയുടെ അവസ്ഥ നാം വായിക്കുന്നുണ്ട്. ഉന്നാവിലെ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത MLA ആയിരുന്ന നേതാവ് വിരാജിക്കുമ്പോൾ നീതിക്ക് വേണ്ടി ആ പെൺകുട്ടിയും അവളുടെ അമ്മയും കുടുംബവും കൂട്ടുകാരും സഹപ്രവർത്തകരുമെല്ലാം നടത്തുന്ന പോരാട്ടമാണ് ഡൽഹിയിലെ കൊടുംതണുപ്പിലും നാം അറിയുന്ന വാർത്തകളെല്ലാം. ഇതെല്ലാം സൂചിപ്പിക്കുന്നുണ്ട് ഇന്ത്യ പോകുന്നത് ഇരുട്ടിലൂടെയാണ്. ഈ ഇരുട്ടിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണാതിരിക്കുന്നില്ല. ആ ഇരുട്ടിൽ
രാജ്യം ചരിത്രം കൊളുത്തി വെച്ച് വെളിച്ചമായിട്ടാണ് CPI LDFനെ കാണുന്നത്. അർത്ഥവത്തായ നിലപാടാണത്. ഈ ഗവൺമെൻറ് ഞങ്ങൾക്ക് CPIക്ക് ഒരു വെറും ഗവൺമെൻറ് അല്ല, 5 കൊല്ലം ഭരിക്കേണ്ടുന്ന ഗവൺമെൻറ് അല്ല ഇത്. ഈ ഗവൺമെൻറ് കേരളത്തിനും ഇന്ത്യക്കും വഴി കാണിക്കേണ്ട ഗവൺമെൻറ്റാണ്. ദേശീയ വ്യാപകമായ അർത്ഥമുള്ള, പ്രാധാന്യമുള്ള, പ്രസക്തിയുള്ള ഒരു ഗവൺമെൻറ്റായി CPI LDF ഗവൺമെൻറ്റിനെ കാണുന്നു. ആ ഗവൺമെൻറ്റിനെ പറ്റിയുള്ള ഈ നിലപാടാണ് CPI രാഷ്ട്രീയത്തിൻ്റെ അടിത്തറ. ഇടതുപക്ഷമാണ് ശരി, ഇടതുപക്ഷം മാത്രമാണ് പോംവഴിയെന്ന് ഉറപ്പുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. ആ കാഴ്ചപ്പാടിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും ഗവൺമെൻറ്റിനെ കാണുന്നത്, നയങ്ങളെ കാണുന്നത്, വേണ്ടി വരുമ്പോൾ വിമർശിക്കുന്നത്. നിങ്ങൾ പറയുന്നത് 2 ദിവസത്തെ ഈ യോഗം കൂടിയത് അതില്ലെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി യോഗങ്ങളല്ലെന്നാണ് CPIയുടെ കാഴ്ചപ്പാട്. ഞങ്ങളുടെ പാർട്ടിയിൽ ചർച്ചകളുണ്ട്. ആ ചർച്ചകൾക്ക് അവിടെ വിലക്കില്ല. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ 2 ദിവസത്തെ യോഗങ്ങളിലും CPIയെ പറ്റി വിമർശനമുണ്ടായിട്ടുണ്ട്. CPI നേതൃത്വം അവിടെ വിമർശിക്കപ്പെട്ടു. അതൊരു കമ്മ്യൂണിസ്റ്റ് ഗുണമാണ്. വിമർശനം കൊണ്ട് തകർന്നു പോകില്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. വിമർശനം കൊണ്ട് ദുർബലമാകില്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. വിമർശനത്തിലൂടെയാണ്, സ്വയം വിമർശനത്തിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശരികളിലേക്ക് പോകുന്നതെന്ന് CPIക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് CPI യോഗങ്ങളിലെ വിമർശനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ആ ചർച്ചകളുടെ പൊട്ടും പൊടിയും വീട് കെട്ടിയാൽ അതെടുത്ത് പറഞ്ഞുകൊണ്ട് കഥ നൽകാൻ ശ്രമിക്കുന്ന നിങ്ങൾ ഈ സത്യം തിരിച്ചറിയാനാണ് സ്നേഹബുദ്ധിയ എല്ലാ ആദരവോടും കൂടി എല്ലാ സുഹൃത്തുക്കളോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി വിമർശനമുണ്ടായിട്ടുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദുർബലമാക്കാൻ വേണ്ടിയാണോ? ഒരിക്കലുമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിയെ പറ്റി വിമർശനമുണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ യോഗത്തിൽ. ആ വിമർശനങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. CPIയുടെ യോഗങ്ങളിൽ ഞങ്ങൾ പറയാറുണ്ട്, സെക്രട്ടറി അടക്കം ആരെയും വിമർശിക്കാമെന്ന്. വിമർശനങ്ങളെല്ലാം അങ്ങനെ കാണാനുള്ള രാഷ്ട്രീയ പക്വതയുണ്ട്, പ്രബുദ്ധതയുണ്ട് CPIക്ക്. ആ ചർച്ചകളെ അങ്ങനെ കാണാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കെല്ലാവർക്കും ബോധ്യമാകും നിങ്ങൾ പറഞ്ഞ പല കഥകളും കേവലമായ കഥ മാത്രമാണ്. എന്തായാലും അതിൻ്റെ എല്ലാം സാരാംശമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജനങ്ങളുമായി പങ്കുവയ്ക്കാനുള്ള കാര്യമാണ് ഈ ചെറിയ കുറിപ്പിൽ ഞങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. LDF ശക്തിപ്പെടണം. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങളെ വിലയിരുത്തിയത്, ആ ഫലം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. ഞങ്ങളെല്ലാവരും കരുതിയത് ഉജ്ജ്വലമായ വിജയമായിരുന്നു. ആ വിചാരം വെറുമൊരു തോന്നലായിരുന്നില്ല. LDF ഗവൺമെൻറ് ചെയ്ത എണ്ണമറ്റ കാര്യങ്ങൾ, കേരളത്തിൻ്റെ എല്ലാ തുറകളിലും ഉണ്ടാക്കിയ വലിയ മാറ്റങ്ങൾ, ഓരോ ജീവിതത്തുറയിലും LDF ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ, അത് നീണ്ടു പരന്ന് കിടക്കുന്നവയാണ്. അതെല്ലാം നോക്കുമ്പോൾ, അതെല്ലാം കാണുമ്പോൾ ജനങ്ങളുടെ വോട്ട് ഈ സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് തന്നെ LDFൻ്റെ വിജയത്തിന് വേണ്ടിയാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. ആ പ്രതീക്ഷയല്ല പക്ഷേ നടന്നത്. ആ പ്രതീക്ഷ അങ്ങനെ നോക്കിയാൽ ഫലവത്തായില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷത്തിനും പരാജയം പുത്തരിയല്ല. പരാജയപ്പെട്ടാൽ അതോടുകൂടി എല്ലാം തീർന്നുവെന്ന് ഞങ്ങൾ ചിന്തിക്കുന്നുമില്ല. ചരിത്രം അവസാനിക്കുന്നില്ല. സോവിയറ്റ് യൂണിയനിലെയും കിഴക്കൻ യൂറോപ്പിലെയും തകർച്ചയുടെ കാലത്ത് ലോകത്തെമ്പാടുമുള്ള വലതുപക്ഷം പറഞ്ഞു, ദ എൻഡ് ഓഫ് ഹിസ്റ്ററി എന്ന് പറഞ്ഞു. ചരിത്രം അവസാനിച്ചുവെന്ന് പറഞ്ഞു. അന്നേ ഞങ്ങൾ പറഞ്ഞത് ഇപ്പോഴും പറയുന്നു, ചരിത്രം ആർക്കെങ്കിലും വേണ്ടി അവസാനിക്കാൻ പോകുന്നില്ല. വലതുപക്ഷം കൊതിച്ചാൽ, അവർ വിളിച്ചുകൊണ്ട് പറഞ്ഞാൽ, തോക്കിയെന്ന് കൽപ്പിച്ചാൽ ചരിത്രം അവസാനിക്കില്ല. ചരിത്രം മുന്നോട്ട് പോകും. മുന്നോട്ട് പോയിട്ടുണ്ട്. ലോകത്ത് പോകും, ഇന്ത്യയിൽ പോകും, കേരളത്തിലും പോകും. അതുകൊണ്ട് ഞങ്ങൾ കാണുന്നത്
ഈ പരാജയത്തെ ചരിത്രത്തിൻ്റെ അവസാനമായിട്ടല്ല, കാലത്തിൻ്റെ തീരുമാനത്തിൻ്റെ ഫലമായിട്ട് കാണുകയാണ് ഞങ്ങൾ. ജനങ്ങൾ തന്ന ഒരു മുന്നറിയിപ്പായി ഞങ്ങളതിനെ കാണുന്നു. ആ മുന്നറിയിപ്പിനെ അതിൻ്റെ എല്ലാ ആദരവോടുകൂടി കാണാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മടിയില്ല. കാരണം CPIക്ക് അറിയാം, എല്ലാത്തിനേക്കാളും വലിയവർ ജനങ്ങളാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ കാതൽ. ആ ജനങ്ങൾ വിധി പറഞ്ഞാൽ ഞങ്ങൾ ആ വിധിയെഴുത്തിനെ തലതാഴ്ത്തി പിടിച്ച് അംഗീകരിക്കും. ഞങ്ങൾ സ്വയം ചോദിക്കും, എന്തുകൊണ്ട് ജനവിധി ഇങ്ങനെയായി എന്ന്. അതിൻ്റെ കാരണം കണ്ടുപിടിക്കാനായി ഞങ്ങൾ ശ്രമിക്കും. കണ്ടുപിടിച്ചാൽ തെറ്റുകൾ ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ ഞങ്ങൾ തിരുത്തും. തെറ്റുകൾ തിരുത്തൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗുണമാണ്. ആർജവം കമ്മ്യൂണിസ്റ്റുകാർക്കേ ഉള്ളൂ. വലതുപക്ഷം ഒരിക്കലും ആർജവം കാണിച്ചിട്ടില്ല. വീണാൽ അവർ പറയും അത് വീഴ്ചയല്ല, വിദ്യയാണെന്ന്. ഞങ്ങൾ പറയും വീണാൽ അത് വീഴ്ചയാണെന്ന് പറയും. എന്തുകൊണ്ട് വീഴ്ച സംഭവിച്ചെന്ന് ചോദിക്കും ഞങ്ങൾ ആ വീഴ്ചയെ തിരുത്തും. ആ വീഴ്ചയെ തിരുത്തിക്കൊണ്ട് ഞങ്ങൾ തിരിച്ചു വരും, ഞങ്ങൾ മുന്നേറും. ആ അർത്ഥത്തിൽ CPI ഉറപ്പിച്ചു പറയുന്നു, ഈ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് LDFും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആവശ്യമായ തിരുത്തൽ വരുത്തിക്കൊണ്ട് ജനങ്ങളിലേക്ക് ആഴത്തിൽ കടന്നു ചെന്ന് വിശ്വാസത്തിനെ വീണ്ടും ബലപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ LDFിൻ്റെ മൂന്നാം ഊഴം ഉറപ്പാണ്. ആ മൂന്നാം ഊഴം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള നല്ല പരിശ്രമത്തിൻ്റെ ദിവസങ്ങളായിരിക്കും വരാൻ പോകുന്നത്. ഗ്രാമീണ ജീവിതങ്ങൾക്ക് പുതിയ വെളിച്ചം കൊടുത്ത, പ്രതീക്ഷയേറിയ ഒരു മഹത് പദ്ധതിയെ BJP ഗവൺമെൻറ് തകർത്തിരിക്കുകയാണ്. അതിനെ ഗോഡ്സയ്ക്ക് വേണ്ടി ഒന്ന് കുഴിച്ചുകൂടിയിരിക്കുകയാണ്. പുതിയ പദ്ധതിയിൽ 2 പ്രാവശ്യം കാണുന്ന G എന്ന വാക്ക്, അക്ഷരം, ആ G ഗോഡ്സയെ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് ഞങ്ങൾ ചോദിച്ചു. ഗാന്ധിജിയെ കൊന്നവർക്ക് പിന്നെ ഉയർത്തിക്കാണിക്കാനുള്ളത് ഗോഡ്സെ തന്നെയായിരിക്കും. ആ ഗോഡ്സയുടെ ആശയങ്ങളെയും താല്പര്യങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന BJP ഗവൺമെൻറ് ഇത്രയൊരു പദ്ധതിയെ നിസ്സാരമായി കണ്ടുകൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ആ പദ്ധതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി, കാത്തുരക്ഷിക്കാൻ വേണ്ടി പ്രക്ഷോഭങ്ങൾ വേണം. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ പഞ്ചായത്തുകളിലും NRG തൊഴിലാളികളുടെ മുദ്രാവാക്യം ഒന്നാണ്, ഈ പദ്ധതിയെ കൊല ചെയ്യരുത്. ഈ പദ്ധതി ഇന്ത്യക്ക് വേണം. ഗ്രാമീണ ഇന്ത്യക്ക് ചൈതന്യം പകർന്ന ആ പദ്ധതിയെ നശിപ്പിക്കാൻ സമ്മതിക്കില്ല. അതാണ് ആ പ്രക്ഷോഭത്തിൻ്റെ കാതൽ. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. പാർട്ടിയും ഞാൻ പറഞ്ഞതുപോലെ NRG രംഗത്തുള്ള തൊഴിലാളി സഖാക്കളും സംഘടനകളും ചേർന്നുകൊണ്ടായിരിക്കും അത് നടപ്പിലാക്കാൻ പോകുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഭിമുഖ്യത്തിലുള്ള ഒരു ഭവന സന്ദർശന പരിപാടി ഉണ്ടാകും. അത് ജനുവരി മാസം 15 മുതൽ 31 വരെ ആയിരിക്കും. എല്ലാ ബ്രാഞ്ചുകളും, പാർട്ടിയുടെ കേരളത്തിലെ എല്ലാ ബ്രാഞ്ചുകളും ആ ബ്രാഞ്ച് അതിർത്തിയിലെ എല്ലാ വീടുകളിലും പോകണം. ആ വീട്ടുകാരുമായി സംസാരിക്കണം. വെറും ഒരു കുശലം പറച്ചിൽ മാത്രം പോരാ, അവരോട് ചോദിക്കാൻ പറ്റണം, എന്താ നിങ്ങളുടെ വിമർശനം, നിങ്ങൾ ഞങ്ങളെ എങ്ങനെ കാണുന്നു, നിങ്ങളുടെ പ്രതീക്ഷ എന്തായിരുന്നു ഞങ്ങളെപ്പറ്റി, ആ പ്രതീക്ഷ നിറവേറ്റുവാൻ എത്രത്തോളം ഞങ്ങൾക്കായില്ലെങ്കിൽ നിങ്ങൾക്കതിനെപ്പറ്റിയുള്ള നിർദ്ദേശങ്ങൾ എന്താണ്. ഈ ഒരു ആഴമേറിയ ചർച്ചയ്ക്ക് വേണ്ടി കൂടിയായിരിക്കണം ഈ ഭവന സന്ദർശന പരിപാടി എന്നാണ് പാർട്ടി കണ്ടിരിക്കുന്നത്. അതാണ് കൈക്കൊണ്ട് പ്രധാനപ്പെട്ട തീരുമാനം. അതിൽ വെറുമൊരു ക്യാമ്പയിൻ അല്ല. ആ ക്യാമ്പയിൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തേണ്ടുന്ന ഒരു തിട്ടതിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് തന്നെയാണ് കാണുന്നത്. ഞങ്ങൾ പാഠം പഠിക്കേണ്ടത് ഇപ്പോഴാണ്. പഠിക്കാൻ വേണ്ടി ചോദിക്കേണ്ടത് ജനങ്ങളോടാണ്. ജനങ്ങളിൽ നിന്നും പാഠം പഠിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇത്തരം ഘട്ടങ്ങളിൽ മുമ്പോട്ട് പോകാൻ പറ്റും. ആ തിരിച്ചറിവാണ് ഞങ്ങളെ നയിക്കുന്നത്. ഞങ്ങൾ ആ വഴിക്കായിരിക്കും പോകാൻ പോകുന്നത്. തലസ്ഥാന നഗരം സാക്ഷ്യം വഹിക്കും. അന്ന് പാളയത്തെ രക്തസാക്ഷി മണ്ഡപത്തിന് മുമ്പിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ മുഖ്യമന്ത്രിയും സഹമന്ത്രിമാരും
എല്ലാ LDF MLA-മാരും പങ്കെടുക്കുന്ന ഒരു മുഴുദിന ധർണയുണ്ടാകും. ആ ധർണയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ആദ്യാവസാനം LDF-ലെ ഓരോ ഘടകകക്ഷികളുടെയും ബന്ധുക്കളായിട്ടുള്ള പ്രസ്ഥാനങ്ങളും സഹാക്കളും സുഹൃത്തുക്കളും സാംസ്കാരിക പ്രവർത്തകരും മറ്റ് എല്ലാ ബന്ധുവലയവും അവിടെ എത്തിച്ചേരും. അങ്ങനെയൊരു ജനകീയ മുന്നേറ്റ വേദിയായി 12-ാം തീയതി പാളയത്തെ സാക്ഷ്യമണ്ഡപം മാറാൻ പോവുകയാണ്. ആ പ്രക്ഷോഭത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ സ്നേഹത്തോടു കൂടി കാണുന്നു. അത് വിജയത്തിന് വേണ്ടി പങ്കുവഹിക്കാൻ പാർട്ടി എല്ലാ ഘടകങ്ങളെയും ആഹ്വാനം ചെയ്യുന്നു. അതുപോലെ തന്നെ LDF-ൻ്റെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ വരാൻ പോകുന്നുണ്ട്. അത് ഫെബ്രുവരി മാസം ആദ്യ പാദത്തിലായിരിക്കും. 1-ന് ശേഷം 15-നകം നടക്കാൻ പോകുന്ന ജാഥകൾ ഉണ്ടായിരിക്കും കേരളത്തിൽ. ആ ജാഥകൾ LDF-ൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും മുന്നേറ്റങ്ങളുടെയും ഭാഗമായിട്ട് കാണുകയാണ്. അതിൽ ഈ പറഞ്ഞ മാതിരി LDF രാഷ്ട്രീയത്തിൻ്റെ മികവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ജനങ്ങളെ കണ്ട് അവരെ കേട്ട് അവരിൽ നിന്ന് പഠിച്ച് ഞങ്ങൾ ആർജിക്കേണ്ടുന്ന പുതിയ ചൈതന്യം ആർജിക്കാൻ വേണ്ടിയാണ് ഈ 3 ജാഥകളും. അത് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിരുന്നു. അത് വിജയിപ്പിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വഹിക്കേണ്ട പങ്ക് ഞങ്ങൾ തീർച്ചയായിട്ടും വഹിക്കും. ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന മേഖലകളിൽ ഇത്രയും വലിയ മാറ്റമുണ്ടാക്കിയ ഗവൺമെൻറ് സമൂഹത്തിലെ പാവങ്ങൾക്ക് വേണ്ടിയുള്ള കരുതലിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഗവൺമെൻറ്. ഏറ്റവും ഒടുവിൽ ഇവിടെ നിന്ന് എക്സ്ട്രീം പോവർട്ടി, അതിദാരിദ്ര്യം തുടച്ചു മാറ്റിയ ഗവൺമെൻറ്. അതെല്ലാമാണ് LDF ഗവൺമെൻറ്. അതെല്ലാം ചെയ്തൊരു ഗവൺമെൻറ് എന്തുകൊണ്ട് ജനങ്ങളാൽ ഇതുപോലെ ഒരു വിചാരണ ചെയ്യപ്പെട്ടു? അതാണ് ഞങ്ങളുടെ ചോദ്യം. അത് ഞങ്ങൾ കണ്ടുപിടിക്കേണ്ട ഉത്തരം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചോദിച്ച ചോദ്യം ഇതാണ്: എന്നും ലെഫ്റ്റിനെ, ഇടതുപക്ഷത്തെ സ്വാഭാവിക ബന്ധുക്കളായി കണ്ടുപോകുന്ന വിഭാഗമുണ്ട് കേരളത്തിൽ. നാച്ചുറൽ എലൈ എന്ന് പറയും. സ്വാഭാവിക ബന്ധുക്കൾ. അവർ ഞങ്ങളെ കണ്ടത് അങ്ങനെയാണ്, ന്യൂനപക്ഷങ്ങളല്ല. ആ വിഭാഗങ്ങൾ ഞങ്ങളെ അതുപോലെ കാണുന്നുണ്ടോ? അകന്നു പോയിട്ടുണ്ടോ? അകന്നു പോയിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം? അതേപ്പറ്റി ഞങ്ങൾ പരിശോധിക്കണം. ഞങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ സംഘടനാ പ്രക്രിയയാണ് തെറ്റുതിരുത്തൽ. ആ തെറ്റുതിരുത്തൽ യാത്രയിൽ ഈ ചോദ്യത്തിന് പ്രാധാന്യമേറെയുണ്ട്. അത് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൻ്റെയും കൗൺസിലിൻ്റെയും ചർച്ചയിലും കൊണ്ടുവന്നിട്ടുണ്ട്. ആ അർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ യഥാർത്ഥ വിശ്വാസികളോട് ആദരവുള്ള പാർട്ടിയാണ്. LDF അങ്ങനെ തന്നെയാണ്. ഇടതുപക്ഷത്തിന് ഈ ബന്ധമായിരിക്കും ഉണ്ടാവുക വിശ്വാസികളുമായി. അവിടെ ഒരു വര വരയ്ക്കേണ്ടതുണ്ട്. യഥാർത്ഥ വിശ്വാസം, യഥാർത്ഥം അല്ലാത്ത വിശ്വാസം. ഞങ്ങൾ പൂർണ്ണമായും യഥാർത്ഥ വിശ്വാസിക്കൊപ്പമാണ്. വിശ്വാസങ്ങളെ പവിത്രമായി കാണുന്ന, വിശ്വാസങ്ങളെ ആദരവോടെ കാണുന്ന, വിശ്വാസങ്ങളെ അന്യമത വിദ്വേഷമായി കാണാത്ത, വിശ്വാസങ്ങൾ ദൈവത്തിൻ്റെ വഴിയെ പോകേണ്ട വഴിയായി കാണുന്ന, വിശ്വാസങ്ങളെ പിശാചിൻ്റെ വഴിയായി കാണാൻ കൂട്ടാക്കാത്ത മനുഷ്യരാണ് യഥാർത്ഥ വിശ്വാസികൾ. കാപട്യം ശീലമാക്കിയ വിശ്വാസികൾ, കപടവിശ്വാസികൾ, അവരാണ് മതഭ്രാന്തന്മാരാകുന്നത്. അവരുടെ ആശയമാണ് മതതീവ്രവാദം. അവരാണ് മതമൗലികവാദികൾ. അത്തരക്കാരുണ്ട് ഇന്നെല്ലാ മതങ്ങളിലും. അതിൻ്റെ പിറകിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും അതുവഴി നേട്ടം കൊയ്യാനും കൊതിക്കുന്ന ചൂഷകവർഗത്തിലെ പിന്തിരിപ്പന്മാരാണ്, കോർപ്പറേറ്റ് കൊള്ളക്കാരാണ്. അവരാണ് എല്ലാ മതങ്ങളിലും നിലനിൽക്കുന്ന ഈ മതതീവ്രവാദത്തിൻ്റെ കാരണക്കാർ. അവരോട് ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷത്തിനും LDF-നും ഒരു ബന്ധവുമില്ല, ഉണ്ടാവുകയുമില്ല. ഖണ്ഡിതമായി പറയുന്നു ഞങ്ങൾ. മതം വേറെ, കപട മതവാദം വേറെ, മതവിശ്വാസം വേറെ. ഞങ്ങൾ ഇടതുപക്ഷക്കാരും കമ്മ്യൂണിസ്റ്റുകാരും കൈകൾ നീട്ടിപ്പിടിച്ച് പറയും യഥാർത്ഥ വിശ്വാസിയോട്, ഞങ്ങൾ നിങ്ങളെ ബന്ധുക്കളായി കാണുന്നു.
ഞങ്ങൾ കൈകോർത്ത് പിടിക്കാൻ തയ്യാറാണ്. മതതീവ്രവാദത്തിൻ്റെയും മതഭ്രാന്തിൻ്റെ ശക്തികൾ അഴിച്ചുവിടുന്ന തെറ്റായ ആശയങ്ങളെ ചെറുക്കാൻ, നമ്മുടെ നാടിൻ്റെ മതേതര മൂല്യങ്ങളെ കാത്തുരക്ഷിക്കാൻ ഉള്ള മഹാസമരത്തിൽ ബന്ധുക്കളായി ഞങ്ങൾ നിങ്ങളെ കാണുന്നു. അതിനുവേണ്ടി ആ സമരത്തിനായി ഞങ്ങൾ യഥാർത്ഥ വിശ്വാസികളുമായി കൈകോർത്ത് പിടിക്കും. ഞങ്ങൾ ഒരു കാരണവശാലും മതഭ്രാന്തിനോട് സന്ധി ചെയ്യില്ല. മതതീവ്രവാദം സത്യം പറഞ്ഞാൽ മതത്തിനും മനുഷ്യനും ദൈവത്തിനുമെതിരാണ്. മതത്തിനും മനുഷ്യനും ദൈവത്തിനുമെതിരായ മതതീവ്രവാദത്തെ തോൽപ്പിക്കാനുള്ള സമരത്തിൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ യഥാർത്ഥ മതവിശ്വാസിയുമായി 1000 തവണ ബന്ധം സ്ഥാപിക്കും. ഇതാണ് CPI നിലപാട്. അവിടെ ആശയക്കുഴപ്പങ്ങൾക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ശബരിമലയിലെ അതുകൊണ്ടാണ് LDF ഗവൺമെൻറ് SITയുടെ പ്രവർത്തനങ്ങൾ ഒരിക്കൽ പോലും തടയാതിരുന്നത്. തടയുകയില്ല, തടയാൻ പാടില്ല. SITയുടെ അന്വേഷണം നിർബാധം മുന്നോട്ട് പോകട്ടെ. അതിൽ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം. ആരാണോ ഒപ്പുന്നത് അവർ ശിക്ഷിക്കപ്പെടണം. ഇതാണ് CPI നിലപാട്, ഇതാണ് LDF നിലപാട്. ചർച്ചകളിലും പൊന്തി വന്നത് ഈ ആശയമാണ്. ഇത് അവിടെ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. 100% ജയിക്കുമെന്ന് ഉറപ്പിച്ച ഞങ്ങൾക്ക് ആ ജയം കിട്ടിയില്ല. ഞങ്ങൾ ചെയ്തതെല്ലാം നന്മകൾ മാത്രമാണ്, നല്ല കാര്യങ്ങൾ മാത്രം. നല്ല കാര്യങ്ങൾ ഇത്രയേറെ ചെയ്ത ഗവൺമെൻറ്, അതെല്ലാം ചെയ്യാൻ വേണ്ടി ഉറക്കമിളച്ച് പാടുപെട്ട ഗവൺമെൻറ്, ആ ഗവൺമെൻറ് ഉദ്ദേശിച്ച പോലെ അതിന് വിജയിക്കാൻ പറ്റിയില്ല. അത് മുന്നറിയിപ്പല്ലേ? അങ്ങനെ കാണുന്നു. ഞങ്ങളുടെ ശ്രമത്തിലാണ്. ഈ ഓരോ പരിപാടിയുടെ ഭാഗമായിട്ടാണ്. ജനങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് ഞങ്ങളിൽ നിന്ന്, തിരുത്തൽ എങ്ങനെ വേണം, അതെല്ലാം കേട്ടും മനസ്സിലാക്കിയും ഞങ്ങൾ തിരുത്തും. ഞാൻ നേരത്തെയും പറഞ്ഞു, തിരുത്തൽ ഒരു ഇടതുപക്ഷ കഴിവാണ്, ഇടതുപക്ഷ ഗുണമാണ്. ജനങ്ങൾക്ക് എല്ലാവരെയും അറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അറിയാം, ഈ പറഞ്ഞ ആളെയും അറിയാം. ഈ പറഞ്ഞ ആളുടെ നാക്കിൽ നിന്ന് ആ പേര് വീണെങ്കിൽ, ചതിയൻ ചന്തു എന്ന പേര് വീണെങ്കിൽ, ആ തൊപ്പി 1000 വട്ടം വിളങ്ങും ആ തലയ്ക്ക്. ഈ തലയ്ക്ക് തീ ചേരില്ല. CPI തലയ്ക്ക് ആ തൊപ്പി ചേരില്ല. ആ തൊപ്പി ആ തലയ്ക്കേ ചേരൂ. LDFിലെ പാർട്ടികൾക്കും മാർക്കിടാൻ വേണ്ടിയുള്ള ചുമതലയൊന്നും ആരും വെള്ളാപ്പള്ളി ഏൽപ്പിച്ചിട്ടില്ല, ഏൽപ്പിക്കാനും പോകുന്നില്ല. വെള്ളാപ്പള്ളിയല്ല LDF, വെള്ളാപ്പള്ളി ആകാൻ പാടില്ല LDF, അതുറപ്പാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടു, അദ്ദേഹത്തെ നിങ്ങൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം കണ്ണുണ്ട്, കാതുണ്ട്, മനസ്സുണ്ട്. യു ബി യുവർ ജഡ്ജ്. കണ്ടാൽ ഞാൻ ചിരിക്കും, ചിലപ്പോൾ കൈകൊടുക്കും, അത്രയേ ഉള്ളൂ. ഇല്ല, ഞാനത് ചെയ്യില്ല, ഞാൻ ചെയ്യില്ല. ഇതെല്ലാം ഉണ്ടായിട്ടും ജനങ്ങളുടെ വോട്ട് പ്രതീക്ഷിച്ചതുപോലെ LDF ഭാഗത്തേക്ക് വന്നില്ല. അതേപ്പറ്റി ഞങ്ങൾ ഗൗരവമായിട്ട് കാണണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ കാണേണ്ട കാര്യമുണ്ടല്ലോ. തൃശ്ശൂർ വ്യത്യാസം എന്തായിരുന്നു? തൃശ്ശൂർ ഞാനും എടുക്കുമെന്ന് പറഞ്ഞ് തൃശ്ശൂർ എന്ത് പറ്റി? BJPയുടെ വോട്ട് നേരെ പകുതിയായി, LDF വോട്ടുകൾ നേരെ ഇരട്ടിയായി. ഞാൻ പറഞ്ഞല്ലോ, ചർച്ചയ്ക്കകത്ത് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വിമർശനം എന്നെപ്പറ്റി ഉണ്ടായിട്ടുണ്ട്. വിമർശനങ്ങളുടെ അർത്ഥം എന്താ? എന്തോ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അവിടെയും പറയുന്നുണ്ടാകും, അവിടെ ഞാൻ പോയിട്ടില്ലല്ലോ. ഇതുവരെ ഈ നിമിഷം വരെ അത്തരം ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. SITയുടെ മുമ്പിലേക്ക് ഇന്നെത്തിയ ആള്, തീരുമാനിച്ച ആള് UDF കൺവീനറാണത്ര. ചോദ്യം ചെയ്യാൻ എന്തോ ആണോ? ഓക്കെ, ശരി. ഞങ്ങൾ പറഞ്ഞല്ലോ, UDF കൺവീനറാകട്ടെ ആരും ആകട്ടെ, SITയുടെ മുമ്പിലേക്ക് വിളിച്ചാൽ പോകണം. കുറ്റക്കാരാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. എന്നാണ് LDF നിലപാട്.
സംസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണ്. കൂടാതെ ഈ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ പരാജയമാണ് ഈ LDF സർക്കാരിന് നേരിടേണ്ടി വന്നത്. അത് ജനങ്ങൾ തന്ന ഒരു മുന്നറിയിപ്പായിട്ടാണ് LDF സർക്കാർ കാണുന്നതെന്നും അതിൻ്റെ ഭാഗമായി ജനങ്ങളുമായി ഒരു ആശയവിനിമയം നടത്താനുള്ള ഒരു ക്യാമ്പയിൻ ഈ ജനുവരി 15 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിൽ നടത്തും. എന്താണ് ഈ പരാജയത്തിൻ്റെ കാരണമെന്ന് കണ്ടുപിടിക്കുമെന്നും ജനങ്ങൾ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു ഭരണം കാഴ്ചവെക്കാൻ കഴിയുമെന്നും ചരിത്രം അവസാനിക്കുന്നില്ല, ഈ LDF സർക്കാർ തിരിച്ചു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും കൂടെ ഈ ബിനോയ് വിശ്വം പറയുന്നുണ്ട്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.